ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുധാമു ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ വീഡിയോ കേൾക്കുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അനുവിനൊരു വക്കീൽ നോട്ടീസ് വരികയാണ്. അപ്പോൾ അത് നമ്മുടെ മീനാക്ഷിയാണ് മേടിക്കുന്നത്. അപ്പോൾ മീനാക്ഷി ആ വക്കീൽ നോട്ടീസ് പൊട്ടിച്ചു നോക്കിയിട്ട് വായിച്ചിട്ട് പറയുന്ന, അതായത് വരുന്ന 14-ാം തീയതി നമ്മുടെ അനുവിനെയും അലോകിൻ്റെയും കേസിനെ സംബന്ധിച്ച് വിചാരണ നടക്കുകയാണ് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസാണ്. അത് കേൾക്കുന്നതും അനുവിന് കുറച്ച് ടെൻഷനാണെങ്കിലും ഗോമതിയൊക്കെ ഭയങ്കര ടെൻഷനാവുക കേട്ടോ. അപ്പോൾ എൻ്റെ മോൾ ഇനിയും കോടതിയിലൊക്കെ കേസ് വിചാരണയ്ക്കൊക്കെ മറ്റുമൊക്കെ നിൽക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ അവരുടെ ഉള്ളിലൊക്കെ വരുവാണ്. ഗോമതി ആകെ ഒരു ഭയം. കാരണം ഇത്രയും നാൾ അങ്ങനെ കോടതി, പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊന്നും ഇവിടെ ആരും കയറിയിട്ടില്ല. അപ്പോൾ തൻ്റെ മകൾ കയറേണ്ടി വരുമോ എന്നുള്ളത് ഓർത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ മീനു പറയുന്നു, എൻ്റെ അമ്മേ, ഇതിൽ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നടന്ന കാര്യങ്ങൾ എന്താ എന്ന് വെച്ചാൽ കോടതി മുമ്പാകെ അങ്ങോട്ട് വ്യക്തമാക്കുക, അത്രയേ ഉള്ളൂ. അതിന് ഇത്രയും മാത്രം ടെൻഷൻ അടിക്കാനൊന്നുമില്ല, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അനുവിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് ആ ഹൈപ്പും കൂടി ഒന്ന് അമർത്തി വെച്ചേക്കണേ. അങ്ങനെ നമ്മുടെ കോടതി നോട്ടീസ് കണ്ടിട്ട് മീനാക്ഷി നമ്മുടെ അനുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ ടെൻഷനൊന്നുമില്ല മീനാക്ഷി, പക്ഷേ എങ്കിലും എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇനി കോടതി ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വക്കീൽ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എല്ലാവരും ഉണ്ട്. പക്ഷേ മീനു അവരൊക്കെ നല്ലൊരു ധൈര്യം അനുവിന് കൊടുക്കുകയാണ്. മിത്രയും മീനു അവരൊക്കെ ഏതിനും മോളുടെ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഒരു വിചാരം, ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു വിചാരമേ വേണ്ട, നിൻ്റെ കൂടെ ഈ ഏട്ടനും ഏട്ടത്തിമാരും ഒക്കെയുണ്ട്, അതുകൊണ്ട് മോളെ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ അനുവിന് കൊടുക്കുകയാണ്. അപ്പം ഇതേ സമയം നമ്മുടെ കൃഷ്ണമംഗലത്ത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും വേറൊന്നുമല്ല, നമ്മുടെ അച്ഛനും നമ്മുടെ രാജശ്രീയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനിയെങ്കിലും നീ അനുവിനോട്, അതായത് ദേവമംഗലംകാരോട് ഒന്നും പറയാനോ ദേഷ്യപ്പെടാനോ ഒന്നും നിൽക്കരുത്. കാരണം നമ്മുടെ മകൻ ജയിലിലാണ്. ഇനി അനു കോടതിയിൽ എന്താണോ പറയുന്നത് അവളുടെ വാക്കനുസരിച്ചായിരിക്കും നമ്മുടെ മോൻ്റെ ജാമ്യം. അതുകൊണ്ട് നീ അനുവിനെ കാണുമ്പോൾ ഒന്ന് കാല് പിടിക്കണമെങ്കിലും ഒന്ന് പിടിച്ചേക്കുക, അതിലൊന്നും ഒരു കുറവും നീ വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് അച്യുതൻ രാജശ്രീയോട് പറഞ്ഞ് മനസ്സിലാക്കട്ടോ. അങ്ങനെ രാജശ്രീ എപ്പോഴും പുറത്തോട്ട് വന്ന് നോക്കുന്നുണ്ട്, അനു എങ്ങാനും പുറത്ത് ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഇത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും രാജശ്രീ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അനു പുറത്തോട്ട് വരികയാണ്. അങ്ങനെ മോളെ എന്ന് വിളിക്കുമ്പോൾ അനു വലിയ മൈൻഡ് കൊടുക്കില്ല. അപ്പോൾ രാജശ്രീ ഓടി ചെന്നിട്ട് പറയാം, മോളെ നോക്ക്, ഞാൻ എന്തോരം നേരമായി ഇവിടെ നിൽക്കണം എന്നറിയാമോ എന്ന് രാജശ്രീ പറയാം. എന്തേ എന്ന് ചോദിക്കും. അത് മോക്കറിയാലോ, ഈ വരുന്ന 18-ാം തീയതിയാണ് നിങ്ങളുടെ കേസിൻ്റെ വിചാരണ. മോൾ അവനെ എതിരായിട്ടൊന്നും പറയരുത്. നീ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി ഞങ്ങളുടെ മകൻ ജയിലിലോട്ട് മാത്രമാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ ആത്മഹത്യ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അച്ചുവേട്ട അത് എന്നെ ചെയ്യും. നിനക്ക് ഞങ്ങളുടെ കൊലപാതകത്തിന് ഉത്തരവാദിത്തം പറയണം എന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ചെയ്തോ, അവരെ ജയിലിൽ അടച്ചോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജശ്രീ പറയുകയാണ്. മോളുടെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം, നിനക്കറിയാലോ നിന്നോട് ഒരുപാട് തെറ്റ് അവൻ ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇനി നിൻ്റെ കൺവെട്ടത്ത് പോലും എൻ്റെ മകൻ വരില്ല, നീ അവനെ വെറുതെ വിടണം മോളെ, നിൻ്റെ കാല് പിടിക്കാം എന്നൊക്കെ രാജശ്രീ. അപ്പച്ചി, അതുകൊണ്ട് എൻ്റെ മകനെ നീ ജയിലിലോട്ട് അടുപ്പിക്കരുതേ മോളെ എന്ന് പറയുക. അപ്പോഴും ഇത് കേൾക്കുമ്പോഴത്തേക്കും അനു പറയും, അപ്പച്ചി ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ മോളെ എന്ത് തന്നെയാണെങ്കിലും എൻ്റെ മകനായി പോയില്ലേ മോളെ, എനിക്ക് അവനെ കൊല്ലാൻ പറ്റുമോ? അതുകൊണ്ട് എൻ്റെ മോളെ എന്ത് ഇതാണെങ്കിലും സാരമില്ല, മോൾ അവനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള
എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണേ മോളെ എന്ന് പറഞ്ഞ് രാജശ്രീ വിങ്ങി പൊട്ടി അനുവിൻ്റെ മുമ്പ് കരയാട്ടോ. അനു അങ്ങ് വല്ലാണ്ടായി പോവുകയാണ്. അതേസമയം നമ്മുടെ ഇന്ദിരാമ്മ വന്നിട്ട് അനുശ്രീയെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം കേസിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് അനുശ്രീ കൊടുക്കുന്ന മൊഴി അനുസരിച്ചാണ് നമ്മുടെ അലോകിന് ജാമ്യം കിട്ടുക, കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അനുവിന് ആകെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്തു പറയും, ഇനി ഞാൻ കാരണം ഇവരൊക്കെ വിഷമിക്കുന്നുണ്ട്. കാരണം മുത്തശ്ശിയാണെങ്കിൽ, അച്യുതാമ്മയാണെങ്കിൽ, അച്ഛമാമനാണെങ്കിൽ, അപ്പച്ചി രാജശ്രീ ആണെങ്കിലും എല്ലാവരും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം അവർ കുടുംബത്തെ ഒരേ ഒരു ആൺതരിയാണ്. അവൻ കാര്യം കൊള്ളില്ലാത്തവനാ ഓക്കെയാണ്. പക്ഷേ എങ്കിലും അവൻ്റെ ഇത് അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അനുശ്രീക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അനുശ്രീ വലിയ ഒരു സങ്കടത്തിൽപ്പെട്ടിരിക്കും പോലെ അവസ്ഥയാണ്. പക്ഷേ ബാക്കിയുള്ളത് ദേവമംഗലത്തുള്ളവരൊക്കെ അനുവിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നല്ല കേട്ടോ, അത് കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാലൻ നമ്മുടെ ധർമ്മനെ വിളിക്കുന്നുണ്ട്. ധർമ്മ, നീയെങ്കിലും ദേവമംഗലത്തേക്ക് വരണം. ഞാൻ നിന്നോട് പറഞ്ഞതിൽ നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് അറിയാം. അതിന് ഞാൻ തെറ്റ് തന്നെയാണ്. ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. പറയാൻ പാടില്ലായിരുന്നു മോനെ, നീ എന്നോട് ക്ഷമിക്കുക. നിൻ്റെ ബാലച്ചനല്ലേ, നീ ഒന്ന് ക്ഷമിക്കടാ എന്ന് പറയുക. അപ്പോൾ ധർമ്മം ചോദിക്കുക, അല്ല അപ്പോൾ അളിയൻ ആരാ കള്ളൻ എന്നുള്ളത് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാനല്ല കള്ളനെങ്കിൽ പിന്നെ ആരാണ്? ആ 25,000 രൂപ എടുത്തുകൊണ്ട് പോയ കള്ളൻ ആരാന്ന് ചോദിക്കുകയാണ്. അളിയൻ ആ ഒരു കള്ളനെ കണ്ടുപിടിച്ച് കള്ളൻ ഞാനല്ല എന്ന് അളിയൻ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ 25,000 രൂപ കണ്ടെടുത്ത ആളെ അളിയൻ എൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഒരു വെല്ലുവിളി വിളിക്കുകയാണ് ധർമ്മൻ. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ആ നിമിഷം ഞാൻ ദേവമംഗലത്തോട്ട് വരും എന്നുള്ളത് ധർമ്മൻ പറയുക കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം വേറൊന്നുമല്ല, ഈ ധർമ്മം പറയുന്നതിൽ ഒരു കാര്യമുണ്ടല്ലോ. കാരണം ധർമ്മനല്ല ആ തെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പിന്നെ ആരായിരിക്കും ആ 25,000 രൂപ? എന്തായാലും 25,000 രൂപ കുറവ് അന്നത്തെ ദിവസം അവിടെ വന്നിട്ടുണ്ടല്ലോ. ആരായിരിക്കും എടുത്തത് എന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം എന്നുള്ള ഇത് ബാലൻ്റെ മനസ്സിലും വരും കേട്ടോ. അങ്ങനെ ബാലൻ കോമഡി സ്റ്റോഴ്സിൽ വരുവാണ്. വന്നിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, അതാരായിരിക്കും അന്നത്തെ ദിവസം ഇവിടെ ആരൊക്കെ വന്നു? അപ്പോൾ രാമേട്ടൻ വന്നിട്ട് നമ്മുടെ ബാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല ബാല, നീ എന്താ ഇതിന് മാത്രം ഇങ്ങനെ ഇരുന്ന് ആദ്യം പിടിച്ച് ആലോചിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ എന്ന് ചോദിക്കുക. അല്ല രാമേട്ട, ഈ 25,000 രൂപ അന്ന് കുറവ് വന്നല്ലോ. ഇന്ന് ഞാൻ ധർമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ 25,000 രൂപ കട്ടെടുത്ത ആളെ അളിയൻ മുന്നിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ നിമിഷം ഞാൻ വരാം. ഞാനല്ല എന്ന് അളിയൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അവൻ സംസാരിച്ചു. എനിക്ക് അത് മുതൽ ഒരു കുറ്റബോധം. അത് ആര് കട്ടെടുത്തു എന്നുള്ള കണ്ടുപിടിക്കണം എന്നുള്ള ഇതൊരുണ്ട് പറഞ്ഞു. അപ്പോൾ രാമേട്ട അടുത്ത് നമ്മുടെ ബാലൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാലൻ ചോദിക്കുന്ന, അല്ല രാമേട്ട, അന്നത്തെ ദിവസം പതിവിലും കൂടുതൽ കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ ബാലേട്ട ആ ദിവസം ഓർമ്മയുണ്ട്. അപ്പോൾ ബാലൻ പറയുക, എന്തായാലും ഉച്ച വരെയുള്ള ഒരു തിരക്ക് നോക്കിയാൽ മതിയല്ലോ. ഒരു 10-15 കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടല്ലോ. അത് നമുക്ക് സ്ഥിരം വരുന്ന കസ്റ്റമർ തന്നെയാണ് എന്ന് പറഞ്ഞു. കാരണം ഉച്ചയ്ക്ക് മുന്നെയാണ് മോഷണം നടന്നേക്കുന്നത്. കാരണം ആ ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര കസ്റ്റമർ വന്നിട്ടുള്ളൂ. പിന്നെ വലിയ രീതിയിലുള്ള തിരക്കൊന്നും വന്നില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ബാലൻ ഇങ്ങനെ ആലോചിക്കണം, അപ്പോൾ പിന്നെ ആരായിരിക്കും? അന്ന് വേറെ ആരെങ്കിലും വെളിയിൽ നിന്ന് വന്നായിരുന്ന രാമേട്ട? പറഞ്ഞ പോലെ അങ്ങനെ ആരും വന്നില്ലല്ലോ, ഓർക്കുന്നില്ലല്ലോ ബാല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് രാമ ആലോചിക്കുന്നത്, ബാലനോട് പറയുന്നത്, അല്ല ബാല, അന്ന് പിന്നെ നമ്മുടെ ഉദയഭാനു സാറ് വന്നായിരുന്നു, നമ്മുടെ ദേവിമോളുടെ അച്ഛൻ. അതെപ്പോഴാണ് വന്നത്? ഉച്ചയ്ക്ക് മുന്നേ വന്നതാണ്. പക്ഷേ അന്ന് ദേവിമോളെ കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ തന്നെ വന്നു, കുറച്ച് നേരം ഇരുന്നിട്ട് അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ ബാലനകത്ത് ആണോ? അത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. കേട്ട ബാലസാറിനെ ഞാൻ ഒരു ഇതാക്കി പറഞ്ഞതല്ല എന്ന് രാമേട്ടൻ പറഞ്ഞു. ഉദയഭാനുവിനെ ഒരു സംശയത്തോട് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. രാമേട്ടൻ കടയിൽ നിന്ന് ബാലേട്ടൻ അടുത്തു നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയം ബാലൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, അല്ല ഉദയഭാനു സാറ് ഇന്നിപ്പോൾ സ്വന്തം കട പോലെയാണല്ലോ, എന്തെങ്കിലും ആവശ്യമായിട്ട് ഇനി എങ്ങാനും പൈസ എടുത്തിട്ട് പിന്നെ പറയാമെന്ന് വല്ലതും കരുതിയിട്ടുണ്ടാവുമോ? അങ്ങനെയൊക്കെ ചിന്ത ബാലൻ്റെ ഉള്ളിൽ വരും കേട്ടോ. എന്നിട്ട് പിന്നെയും ബാലൻ വീട്ടിൽ പോയി സമയത്ത് ബാലൻ ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിക്കാറ്. അതായത് ഉദയഭാനു സാറിന് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടായിരിക്കുമോ? അല്ലാണ്ട് വേറെ ആരും അവിടെ വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പോൾ എന്തായാലും അന്നത്തെ
അവിടെ വന്നതും കടയിൽ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം, എന്താ സംഭവിച്ചതെന്നുള്ള ഒരു കൃത്യമായിട്ട് അറിയണം എന്നൊക്കെ നമ്മുടെ ബാലച്ചൻ ആലോചിച്ചിരിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ കള്ളനെ കണ്ടുപിടിക്കണം. അതൊരു അഭിമാന പ്രശ്നമായിരിക്കുകയാണ് ബാലനെ സംബന്ധിച്ച്. കാരണം ധർമ്മം പോലെയുള്ള തൻ്റെ മൂത്ത മകനെ പോലെ ധർമ്മനെ കൊണ്ട് നടത്തിയിട്ട് ഈ ഒരു കള്ളനാക്കി മുദ്ര കുത്തി പുറത്തിറക്കിയ പോലെയുള്ള ഒരു അവസ്ഥയാണ് ബാലനും കോമതിക്കും ദേവമംഗലക്കാർക്ക് മൊത്തത്തിൽ. അപ്പോൾ അത് തിരുത്തണം, ആ കള്ളൻ ആരാണ് എന്നുള്ള കണ്ടുപിടിക്കുക തന്നെ വേണം എന്ന രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനു കോളേജിൽ പോകുന്നുണ്ട്. ആ ഡേറ്റ് ആയപ്പോഴേക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വക്കീൽ ചോദിക്കുന്നതെല്ലാം കൃത്യമായി മറുപടി നടന്ന സംഭവങ്ങളൊക്കെ അനു പറയുന്നുണ്ട്. അപ്പോൾ അലോക് ഇതെല്ലാം കേട്ട് കുഞ്ഞു നിൽക്കുകയാണ്. അലോകിന് മുഖമാകെ ഒരു വല്ലാത്തൊരു ഇതായി, ആളിന് ഒരു വലിയ റിയാക്ഷൻ ഒന്നുമില്ല, ഒരു സൈലൻറ്റ് മൂഡിലൊക്കെ നിൽപ്പാണ് ആലോകം. അങ്ങനെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം കോടതി മുമ്പാകെ തൊഴുതുകൊണ്ട് അനു എല്ലാവരും നെച്ചിച്ചുകൊണ്ട് ആ ഒരു കാര്യം പറയണം. അതായത് വേറൊരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുടുംബത്തിലും വരരുത്. കാരണം വെച്ചാൽ ആ കുടുംബത്തിൽ അത്രയേറെ നാണം കെട്ട് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളത്. ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയക്കുക അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിലെ അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അതിനെല്ലാം തകർത്ത് ഈ രീതിയിലാക്കി എന്നോട് ചെയ്ത ഈ ക്രൂരത ഇനി ഒരു കുടുംബത്തിലും ഉണ്ടാകരുത് എന്ന് അപേക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനു പറയാം, ഈ കേസ് കോടതി പിൻവലിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഇനി എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, കോടതി കയറി ഇറങ്ങുന്നതിനൊരു താല്പര്യമില്ല എന്ന് ഇങ്ങനെ പറയുക കേട്ടോ. ഇത് കൃഷ്ണമംഗലക്കാരെയും അതുപോലെ തന്നെ ദേവമംഗലത്തിൽ നിന്ന് വന്ന ഗോമതി അവരൊക്കെ ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ കോടതി അവരെ അന്വേഷിച്ചപ്പോൾ അത്രയേ ഉള്ളൂ, പ്രായമുള്ള പെൺകുട്ടിയാണല്ലോ, അവളുടെ ഭാവി ഓർത്ത് ഒക്കെ ആയിട്ട് ആ കോടതി പറഞ്ഞ കാര്യം കോടതി സ്വീകരിക്കുകയാണ്. ആ കേസ് പിൻവലിക്കാനോ അലോകിനെ വെറുതെ വിടാനോ ഉത്തരവ് വരും കേട്ടോ. അങ്ങനെ ആ ഉത്തരവ് വന്ന എല്ലാവർക്കും ഭയങ്കര ഇതായിപ്പോയി. പക്ഷേ ഈ സംഭവം നമ്മുടെ അനുമോൾ ബാലനുമായി ചോദിച്ചിട്ട് തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് ബാലന് അത് വലിയൊരു അതിശയമായിട്ട് തോന്നിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര അതിശയോക്തിയായിരുന്നു കേട്ടോ. അങ്ങനെ കോടതിയിൽ നിന്ന് ഇറങ്ങിയാനായിട്ട് ഇന്ന സമയത്ത് അലോക് കൂടി വരികയാണ് കേട്ടോ. വന്നിട്ട് അനുവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത ഈ ക്രൂരത ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്, എനിക്കറിയാം, പക്ഷെ നീ ഇങ്ങനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അലോക് അനുവിനെ കാല് പിടിച്ച് മാപ്പ് പറയാൻ സീനുകൾ കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു ഇതായി. കാരണം വേറൊന്നല്ല, ഇങ്ങനെ ഒരു സംഭവം കാരണം ബാലൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ലൈവ് ഇട്ടായിരുന്നു. അപ്പോൾ ആ കേസിൻ്റെ ഫൈനലായിട്ടുള്ള ഇതിൽ ആ പ്രതി ആ പെൺകുട്ടിയുടെ മുന്നിൽ ഇങ്ങനെ കാല് പിടിച്ചു എന്നുള്ളത് ഭയങ്കര വാർത്തയായി മാറിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സംഭവം എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും ഭയങ്കര ഇതായി ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത് കൃഷ്ണമംഗലക്കാർക്ക് ഭയങ്കര ഒരു നാണക്കേടായി വരുത്തിയതായിരുന്നു കേട്ടോ. അലോക് ഇങ്ങനെ കാല് പിടിച്ച് അപ്പോഴേക്കും ബാലൻ മോളെ നീ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അനു പോകുന്നു. സീനുകളൊക്കെയാണ് ഇനി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ അനന്തനും ബാലനും ഗോമതിയുടെയും മുമ്പിൽ ഇനി ദേവിയെ തൻ്റെ ഭാര്യയായിട്ട് ഒരു നിമിഷം പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സീനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇനിയും 2 ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോയിലാണ് പോണേ ഇത്. പക്ഷേ അതൊരു ചെറിയ ബോറൊക്കെയാണ് തോന്നും, പക്ഷേ സംഭവം നല്ല കിടുക്കാഴ്ചയായിട്ടാണ് വരുന്നത്. അപ്പം സ്കിപ്പടിക്കാതെ കേൾക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് തരാനും സപ്പോർട്ട് ചെയ്യാനും വീണ്ടും എൻ്റെ വീഡിയോ കേൾക്കാനുമുള്ള ഇത് കൂട്ടുകാർക്ക് ഉണ്ടാവണം. അങ്ങനെ ഇനി അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ ബൈ, ശുഭരാത്രി.